ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദനഹ കാലത്തെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണല്ലോ. ദനഹ എന്ന സുറിയാനി പദത്തിന് പ്രത്യക്ഷീകരണം, വെളിപ്പെടുത്തൽ, ഉദയം എന്നെല്ലാം അർത്ഥമുണ്ട് എന്ന് നമുക്കറിയാം. ഇന്നത്തെ സുവിശേഷ ഭാഗവും മനുഷ്യനായി അവതരിച്ച ഈശോ പിതാവായ ദൈവത്തെ എപ്രകാരമാണ് വെളിപ്പെടുത്തുന്നത്, ആ വെളിപ്പെടുത്തലിന്റെ മഹത്വം എന്താണ് എന്ന് വ്യക്തമാക്കുന്ന സുവിശേഷ ഭാഗമാണ് യോഹന്നാൻ അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിലൂടെ സഭ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം മുഴുവന്റെയും ആമുഖമാണ് ആദ്യത്തെ 18 വാക്യങ്ങളെന്ന് നമുക്കറിയാം. ഈ 18 വാക്യങ്ങള് ദൈവവചനത്തിന്റെ, ലോഗോസിന്റെ ഒരു സ്തുതിഗീതമാണ്. ദൈവത്തിന്റെ വചനത്തെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു ഗീതമാണ് ഇത് എന്ന് വിശുദ്ധ ഗ്രന്ഥ പഠിതാക്കളെല്ലാം അഭിപ്രായപ്പെടുന്നുണ്ട്. ദൈവത്തോടു കൂടെയായിരുന്ന വചനം, ദൈവം തന്നെയായിരുന്ന വചനം, ഏത് വചനത്താൽ സർവ്വം സൃഷ്ടിക്കപ്പെട്ടുവോ ആ വചനം, പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാരിലൂടെ സംസാരിച്ച ആ വചനമാണ് സമയത്തിന്റെ പൂർത്തിയിൽ മനുഷ്യരൂപമെടുത്ത് നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചത്. 1-ാം അധ്യായം 14-ാം വാക്യത്തിലാണ് ഈ മനുഷ്യാവതാര രഹസ്യത്തെ സുവിശേഷൻ അവതരിപ്പിക്കുന്നത് നമ്മൾ വായിക്കുന്നത്. ഇതിനു മുൻപുണ്ടായിരുന്ന പരിഭാഷയിൽ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്നാണ് നമ്മൾ വായിച്ചിരുന്നത്. എന്നാൽ പുതിയ പരിഭാഷയിൽ വചനം മാംസമായി മനുഷ്യരൂപമെടുത്ത് നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു എന്നുള്ള പ്രയോഗമാണ് ചേർത്തിരിക്കുന്നത്. മൂലഭാഷയോട് അല്പം കൂടി വിശ്വസ്തത പുലർത്തുന്നത് കൂടാരമടിച്ചു എന്നുള്ള പ്രയോഗമാണ്. കാരണം ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തില് കൂടാരത്തിന് വലിയ ദൈവശാസ്ത്രപരമായ പ്രാധാന്യമുണ്ടായിരുന്നു. മെസ്രൈനിലെ അടിമത്തത്തിൽ നിന്ന് വിമോചിതരായി കാനാൻ ദേശത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ഇസ്രായേൽ ജനത്തെ നയിച്ചിരുന്നത്, അവർക്ക് മുൻപേ പോയിരുന്നത് വാഗ്ദാന പേടകമായിരുന്നു എന്ന് നമുക്കറിയാം. സംഖ്യയുടെ പുസ്തകം 10-ാം അധ്യായത്തിലെ ആദ്യത്തെ വായനയിൽ നമ്മൾ ഇന്നത് ശ്രവിക്കുന്നുമുണ്ടല്ലോ. അപ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ യാത്രയെ നിയന്ത്രിച്ചിരുന്നത് ദൈവസാന്നിധ്യത്തിന്റെ അടയാളമായിരുന്ന ഈ വാഗ്ദാന പേടകമായിരുന്നു. ഈ വാഗ്ദാന പേടകത്തിലുണ്ടായിരുന്നതാകട്ടെ യാത്രയ്ക്കിടയിൽ അത്ഭുതകരമായ ദൈവം സ്വർഗത്തിൽ നിന്ന് നൽകിയ മന്നായും സീനാ ഉടമ്പടി മലയിൽ വെച്ച് ഇസ്രായേൽ ജനവുമായി ദൈവം ചെയ്ത ഉടമ്പടിയുടെ വ്യവസ്ഥകളായ 10 കൽപ്പനകളും അവരെ നയിക്കുന്നതിന് വേണ്ടി ദൈവം അയച്ച മൂശയുടെയും അഹ്റോന്റെയും ഒക്കെ പ്രതീകമായിട്ടുണ്ടായിരുന്ന അഹ്റോന്റെ തളർത്ത വടിയുമായിരുന്നു. അപ്പോൾ ഈ വാഗ്ദാന പേടകത്തിന്റെ ഉപരിയായിട്ട് ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ മഹത്വം വസിച്ചിരുന്നതായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഈ വാഗ്ദാന പേടകം കൂടാരത്തിൽ നിന്നെടുത്ത് എപ്പോൾ മുൻപോട്ട് കൊണ്ടുപോകുന്നു, അപ്പോൾ ഈ മഹത്വവും ഉയരുന്നതും ജനത്തോടൊപ്പം സഞ്ചരിക്കുന്നതുമെല്ലാം അവരുടെ അനുഭവമായിരുന്നു. അപ്പോൾ ഈ മരുഭൂമി യാത്രക്കിടയിൽ ഭക്ഷണം പാകം ചെയ്യുന്നതിനും കന്നുകാലികൾക്ക് തീറ്റി കൊടുക്കുന്നതിനുമൊക്കെ ആയിട്ട് വിശ്രമിക്കുന്നതിനും മറ്റുമായി ഇസ്രായേൽ ജനം കൂടാരമടിച്ചിരുന്നപ്പോൾ ദൈവസാന്നിധ്യത്തിന്റെ അടയാളമായിരുന്ന ഈ വാഗ്ദാന പേടകവും സൂക്ഷിച്ചിരുന്നത് സമാഗമ കൂടാരത്തിലായിരുന്നു. ഈ വാഗ്ദാന പേടകത്തിന് വേണ്ടി തന്നെ മറ്റൊരു കൂടാരം തന്നെ നിർമ്മിച്ചിരുന്നു. അപ്പോൾ ദൈവസാന്നിധ്യം പഴയ നിയമത്തിലെ ഇസ്രായേൽ ജനം അനുഭവിച്ചിരുന്നത് ഈ സമാഗമ കൂടാരത്തിലാണ്. കൂടാരമടിച്ച് ജനത്തിന്റെ കൂടെ വസിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യമായിട്ടാണ് വാഗ്ദാന പേടകത്തിലെ സാന്നിധ്യത്തെ, ദൈവസാന്നിധ്യത്തിലെ ഇസ്രായേൽ മനസ്സിലാക്കിയിരുന്നത്. ആ പശ്ചാത്തലത്തിലാണ് യോഹന്നാൻ ശ്ലീഹ ദൈവം മനുഷ്യനായി നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു എന്നുള്ള പ്രയോഗം തന്നെ ഉപയോഗിക്കുന്നത്. പ്രകാരം നമ്മുടെ ഇടയിൽ വന്നു വസിച്ച, നമ്മോട് കൂടെ ആയിരിക്കുന്ന അമ്മനുവേൽ, ദൈവം നമ്മോട് കൂടെ, അതാണല്ലോ മനുഷ്യാവതാരത്തിന്റെ അർത്ഥം. ഈ നമ്മോട് കൂടെയായിരിക്കുന്ന ദൈവത്തിന്റെ, മനുഷ്യനായി അവതരിച്ച ദൈവത്തിലെ ദൈവപുത്രനെ നമ്മൾ എന്താണ് ദർശിച്ചത് എന്ന് യോഹന്നാൻ പറയുന്നുണ്ട്. നമ്മൾ ദൈവത്തിന്റെ ഏകജാതന്റെ മഹത്വം കണ്ടു. ദൈവിക മഹത്വം കാണുന്നതിന് മനുഷ്യനെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ദൈവം മനുഷ്യനായി അവതരിച്ചത്. സഭാപിതാവായ അത്നേഷ്യസ് പറയുന്നുണ്ടല്ലോ, നമ്മെ ദൈവമക്കളാക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവപുത്രൻ മനുഷ്യനായത് എന്ന്. പൗലോസ്യ സഭാപിതാവായ അപ്രയം പറയും, നമുക്ക് ആദി മാതാപിതാക്കന്മാരുടെ അനുസരണക്കേട് മൂലം നഷ്ടമായ ആ ദൈവിക മഹത്വം, ആ ഒരു ഉൾക്കാഴ്ച, ആ ദൈവപുത്രത്വം അത് വീണ്ടും നൽകുന്നതിന് വേണ്ടിയാണ് അവിടുന്ന് മനുഷ്യനായത്. അപ്പോൾ ആദ്യ മനുഷ്യനുണ്ടായിരുന്ന ദൈവവുമായി ഉണ്ടായിരുന്ന ആ ബന്ധം അത് വീണ്ടും നൽകുകയാണ് ചെയ്യുന്നത്, ദൈവത്തിന്റെ മഹത്വം ദർശിക്കുന്നതിനുള്ള ഭാഗ്യം. അപ്പോൾ അപ്രകാരം ദൈവത്തെ നേരിട്ട് കാണുന്നതിന് അവിടുന്ന് മനുഷ്യരൂപമെടുത്ത് നമ്മുടെ ഇടയിൽ വരികയാണ്. അപ്രയം പിതാവ് പറയും, ദൈവം മനുഷ്യരൂപമെടുത്തത് ദൈവത്തിന്റെ മഹത്വം താങ്ങുന്നതിനുള്ള ശേഷി മനുഷ്യർക്കില്ലാത്തത് കൊണ്ടാണ്.
സൂര്യനെ നോക്കുവാൻ നമുക്ക് സാധ്യമല്ലല്ലോ. നേരിട്ട് ഉദിച്ചു വരുന്ന സൂര്യനെ നോക്കിയാൽ കണ്ണ് പോകും നമുക്കറിയാം. അതുപോലെ തന്നെ ദൈവത്തിന്റെ മഹത്വം യഥാർത്ഥത്തിൽ നേരിട്ട് നമ്മൾ കണ്ടാൽ നമ്മൾ അന്ധരായിത്തീരും. അതുകൊണ്ടാണ് ദൈവത്തിന്റെ മഹത്വം ഈ ശരീരത്തിൽ മനുഷ്യ ശരീരം സ്വീകരിച്ചുകൊണ്ട് ദൈവം മറച്ചു വെച്ചത് എന്നാണ് അപ്രയം പിതാവ് പറയുന്നത്. ഈ മനുഷ്യനായി അവതരിച്ച ഈശോയിൽ ദൈവത്തിന്റെ മഹത്വം ദർശിക്കുവാനുള്ള ശക്തിയാണ് അവിടെ നമുക്ക് നൽകിയത്. കൃപയും സത്യവും നിറഞ്ഞതായിട്ട് ദൈവത്തിന്റെ മഹത്വം മനുഷ്യനായി അവതരിച്ച ഈ നസ്രായൻ ഈശോയിൽ നമുക്ക് കാണുവാൻ സാധിച്ചു. ദൈവത്തിന്റെ കൃപയും സത്യവും നിറഞ്ഞതായ മഹത്വം ഈശോ പ്രവർത്തിച്ച ഓരോ അടയാളത്തിലൂടെയും അത്ഭുതത്തിലൂടെയും അവിടുത്തെ മഹത്വം വെളിപ്പെടുത്തുകയാണ് ചെയ്തത് എന്നും യോഹന്നാൻ സുവിശേഷത്തിലുടനീളം പ്രസ്താവിക്കുന്നുണ്ടല്ലോ. ഉദാഹരണത്തിന് കാനായിലെ അത്ഭുതം കഴിയുമ്പോൾ 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയും, ഈശോ തന്റെ ദൈവിക മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമായിരുന്നു കാനായിലെ ഈ അത്ഭുതമെന്ന്. അപ്പോൾ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. ഈ മഹത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ശിഷ്യന്മാർ വിശ്വസിക്കുവാൻ വേണ്ടിയിട്ട്, ഇത് കാണുന്നവർ വിശ്വസിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ ഈശോ മനുഷ്യനായത് തന്നെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തിയത്, ദൈവത്തിന്റെ കൃപയും സത്യവും നിറഞ്ഞതായിട്ട് ഈ മഹത്വം വെളിപ്പെടുത്തിയത് നമ്മൾ വിശ്വസിക്കാനും ആ വിശ്വാസം വഴി രക്ഷ പ്രാപിക്കുവാനും വേണ്ടിയിട്ടായിരുന്നു. ഈ വചനത്തിന്, മനുഷ്യനായി അവതരിച്ച വചനത്തിന് സാക്ഷ്യം വഹിക്കുവാനും വേണ്ടി ദൈവത്താൽ അയക്കപ്പെട്ടവനായിരുന്നല്ലോ യോഹന്നാൻ മാംദാന. ഈ യോഹന്നാൻ മാംദാനയെ കുറിച്ചാണ് തൊട്ട് പിന്നാലെ വരുന്ന 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നത്. എന്താണ് യോഹന്നാന് പറയാനുണ്ടായിരുന്നത്? ഞാൻ വന്നിരിക്കുന്നത് അവന് വഴിയൊരുക്കാനാണ്, അവൻ എനിക്ക് മുമ്പേ ഉണ്ട്. സമയത്തിൽ ഞാനാണ് മുൻപനെങ്കിലും 6 മാസം മുൻപ് ജനിച്ചവനാണല്ലോ യോഹന്നാൻ. പക്ഷെങ്കിൽ എനിക്ക് മുൻപേ അവനുണ്ട്. എനിക്ക് മുമ്പേയുള്ള അവനിൽ നിന്നാണ് ഞാൻ കൃപ സ്വീകരിച്ചിരിക്കുന്നത്. ഞാൻ മാത്രമല്ല, ഞാൻ പ്രതിദാനം ചെയ്യുന്ന എനിക്ക് മുൻപേ പോയ എല്ലാ ദിവ്യമാരും കൃപ സ്വീകരിച്ചിരിക്കുന്നത് അവനിൽ നിന്നാണ്. അപ്പോൾ അവൻ ആദ്യം മുതലേ ഉള്ള വചനം തന്നെയാണ്, അവനിൽ നിന്നാണ് കൃപ സ്വീകരിച്ചിരിക്കുന്നതെന്ന് ഏറ്റു പറയുകയാണ്. എനിക്ക് മുമ്പേ അവനുണ്ട്. ഈ യോഹന്നാൻ മാംദാന പ്രതിദാനം ചെയ്യുന്ന ആ പ്രവാചക ഗണവുമായിട്ട്, ആ പ്രവാചക ഗണം ആരംഭിക്കുന്നത് തന്നെ മോശയിലൂടെയാണല്ലോ. കാരണം മോശയായിരുന്നു ദൈവത്തിന്റെ വക്താവായിട്ട് ദൈവജനത്തോട്, ഇസ്രായേലിനോട് എപ്പോഴും സംവദിച്ചിരുന്നത്, സംസാരിച്ചിരുന്നത്. ദൈവത്തിന്റെ സ്വരമായി നിന്നിരുന്നത് മോശയായിരുന്നു. ദൈവത്തിന് മനുഷ്യനോട് പറയാനുണ്ടായിരുന്നത് മോശയിലൂടെ, പ്രവാചകന്മാരിലൂടെ ദൈവം പറയുകയായിരുന്നു. ആ പ്രവാചക ഗണത്തിലെ അവസാന കണ്ണിയാണല്ലോ യോഹന്നാൻ മാംദാന. അപ്പോൾ യോഹന്നാൻ പറയുന്നത് എനിക്ക് മുൻപേ അവനുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അവനിൽ നിന്നാണ് കൃപ സ്വീകരിച്ചതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ കൃപയെക്കുറിച്ചാണ് മനുഷ്യനായി അവതരിച്ച ഈശോയിലെ ദൈവത്തിന്റെ മഹത്വം കൃപയും സത്യവും നിറഞ്ഞതായി കണ്ടു എന്ന് 14-ാം വാക്യത്തിൽ പറയുന്നതാണ് 16 മുതലുള്ള വാക്യങ്ങളിൽ യോഹന്നാൻ വിശദീകരിക്കുന്നത്. അവന്റെ കൃപയിൽ നിന്ന് നമ്മൾ കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. മനുഷ്യനായി അവതരിച്ച ഈശോയിൽ നിന്ന് കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. എന്താണ് ഈ കൃപയ്ക്ക് മേൽ കൃപ എന്ന് പറയുന്നത്? 3 അർത്ഥങ്ങൾ സഭാപിതാക്കന്മാർ ഇതിന് നൽകാറുണ്ട്. ഒന്ന്, അതിശ്രേഷ്ഠമായ, അതിശയകരമായ, മറ്റാർക്കും അതിശയിക്കുവാൻ, മറ്റൊന്നിനും അതിശയിക്കുവാൻ സാധിക്കാത്ത തരത്തിലുള്ള കൃപ, അതിശ്രേഷ്ഠമായ മഹത്തായ കൃപ നമുക്ക് നൽകിയിരിക്കുന്നു, രക്ഷ നൽകിയിരിക്കുന്നു എന്നുള്ള സൂചനയാണെന്ന് പറയും 1-ാമത്തെ അർത്ഥം. 2-ാമത്തെ അർത്ഥത്തില് പിതാക്കന്മാര് പറയുന്നത്, ജെറോം പിതാവും അഗസ്തീനോസ് പിതാവും എല്ലാം അത് ചെയ്യുന്നുണ്ട്. അവർ പറയുന്നത് പഴയ നിയമത്തില് നൽകപ്പെട്ടിരുന്ന കൃപയുണ്ട്. മോശയിലൂടെ നൽകപ്പെട്ടിരുന്ന നിയമം പാലിച്ച് ജീവിക്കുമ്പോൾ മനുഷ്യർക്ക് രക്ഷ ലഭിക്കുമായിരുന്നു, കൃപ ലഭിക്കുമായിരുന്നു. ആ കൃപയ്ക്ക് മേലുള്ള കൃപയാണ് സുവിശേഷം അറിയിക്കുന്ന ഈശോയിലൂടെ, സുവിശേഷമായ ഈശോയിലൂടെ നൽകപ്പെടുന്ന ആ കൃപ, ദൈവപുത്രനായ ഈശോ തന്നെ നൽകുന്ന ആ കൃപ. അപ്പോൾ കൃപയ്ക്ക് മേൽ കൃപ എന്ന് പറയുമ്പോൾ ആദ്യത്തെ കൃപ പഴയ നിയമ കൃപയാണ്. പഴയ നിയമത്തിലെ നിയമം അനുസരിച്ച് ജീവിച്ചവർ നീതീകരിക്കപ്പെട്ടു. അബ്രാഹാം ഉൾപ്പെടെയുള്ളവർ വിശുദ്ധരായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം, ദൈവത്തിന്റെ വചനം അനുസരിച്ച് ജീവിച്ചതുകൊണ്ടാണ്. എന്നാൽ ആ കൃപയ്ക്ക് മേൽ കൃപയാണ് ഇവിടെ ഇതാ നൽകപ്പെട്ടിരിക്കുന്നത് മിശിഹായിലൂടെ, സുവിശേഷത്തിലൂടെ എന്ന് സഭാപിതാക്കന്മാർ പറയും. 3-ാമത്തെ അർത്ഥത്തില്, 3-ാമത്തെ അർത്ഥം നമുക്ക് വ്യാഖ്യാനിച്ച് നൽകുന്നത് ആഗസ്തീനോസ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഒറിജൻ എന്ന ദൈവശാസ്ത്രജ്ഞനും ആദിമസഭയിലെ അതിപ്രശസ്തനായ ദൈവശാസ്ത്രജ്ഞനായിരുന്ന ഒറിജൻ, അദ്ദേഹവും പറയുന്നത് ആദ്യത്തെ കൃപയ്ക്ക് മേൽ കൃപ എന്ന് പറയുന്നത് ആദ്യത്തെ കൃപ വിശ്വാസം എന്ന ദൈവം നൽകുന്ന കൃപയാണ്. വിശ്വാസവും ദൈവത്തിന്റെ ദാനമാണ്, കൃപയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ കൃപയ്ക്ക് മേൽ എന്തിനാണ് ഈ വിശ്വാസം എന്ന കൃപ നൽകുന്നത്? നിത്യജീവനാകുന്ന കൃപ നൽകുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കൃപയ്ക്ക് മേൽ കൃപ എന്ന് പറയുമ്പോൾ ആഗസ്തീനോസ് പിതാവ് പറയും ആദ്യത്തെ കൃപ വിശ്വാസം എന്ന കൃപയാണ്, വിശ്വാസം എന്ന ദാനമാണ്. ഇതിന്റെ ഫലം എന്താണ്? നിത്യജീവനാകുന്ന കൃപയാണ്. അപ്പോൾ ആ കൃപയ്ക്ക് മേൽ കൃപ എന്ന് പറയുമ്പോൾ വിശ്വാസമാകുന്ന കൃപയ്ക്ക് മേൽ നിത്യജീവനാകുന്ന കൃപ അവിടുന്ന് നമുക്ക് നൽകുന്നു
അതാണ് രണ്ടാമത്തെ കൃപ എന്ന് ആഗസ്തിനോസ് പിതാവും പറയുന്നുണ്ട്. മെപ്സോസ്ത്യായ തേഡോറും പറയും. ആദ്യത്തെ നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ വ്യാഖ്യാനമാണ് തേഡോറിൻ്റെത്. നിയമത്തിന്റെ കൃപയാണ് ആദ്യത്തേതെങ്കിൽ മിശിഹായുടെ സുവിശേഷത്തിന്റെ ദൈവികമായ കൃപയാണ് അതിന് പകരം, പഴയ നിയമത്തിന് പകരം പുതിയ നിയമം വന്നു, അല്ലെങ്കിൽ അതിന് പൂർത്തീകരണമായി വന്ന പുതിയ നിയമമാണ്, ഈശോയുടെ സുവിശേഷമാണ് നമുക്ക് രക്ഷയ്ക്ക് അല്ലെങ്കിൽ ഈശോയോട് ലഭിച്ച വലുതായ കൃപ അതാണ് എന്ന് പറയും. അപ്പോൾ മൂശയും പ്രവാചകന്മാരും അടങ്ങുന്ന ആ ഗണവും ഈശോയും തമ്മിലുള്ള ഒരു താരതമ്യമാണ് നമ്മളവിടെ കാണുക. എപ്രകാരമാണ് ഈശോ മൂശയേക്കാൾ ശ്രേഷ്ഠനായിരിക്കുന്നത്? പുതിയ നിയമത്തിൽ നിന്നുള്ള ആദ്യത്തെ വായനയും അത് തന്നെയാണല്ലോ സൂചിപ്പിക്കുന്നത്. പുതിയ നിയമത്തില് ഹെബ്രായ ലേഖനം 3-ാം അധ്യായത്തിൽ മൂശയും ഈശോയും തമ്മിലുള്ള ഒരു താരതമ്യമാണ്. മൂശ വിശ്വസ്തനായിരുന്നു ദൈവത്തോട്, പക്ഷെ ദൈവഭവനത്തിൽ ദാസനെ പോലെയായിരുന്നു. ഈശോയോ ദൈവഭവനത്തില് മൂശയെ പോലെ തന്നെ അതിലും വിശ്വസ്തനായിരുന്നു ദൈവത്തോട്. ഈശോ ദൈവഭവനത്തിൽ പുത്രനെ പോലെയാണ്. കാരണം സർവ്വതും സൃഷ്ടിക്കപ്പെട്ടത്, ഈ ഭവനം തന്നെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് വചനമാകുന്ന ഈശോയിലൂടെയാണ്. അതുകൊണ്ട് പുത്രന്റെ സ്ഥാനമാണ് മിശിഹായ്ക്കുള്ളത്. അതാണ് മൂശയേക്കാൾ ഈശോ ശ്രേഷ്ഠനായിരിക്കുന്നത് എന്ന് യോഹന്നാൻ സുവിശേഷകൻ വ്യക്തമാക്കുകയാണ്. ഈ ഭാഗം അവസാനിക്കുന്നത് 18-ാം വാക്യത്തില്. എന്താണ് ഈ പ്രകാരം പിതാവിനെ വെളിപ്പെടുത്തുന്നതിന് ഈശോയ്ക്ക് ആധികാരികത നൽകുന്നത്? പിതാവുമായുള്ള ബന്ധമാണ്. പിതാവിന്റെ മടിയിൽ മറഞ്ഞിരിക്കുന്ന, പിതാവിന്റെ ഹൃദയത്തോട് ഒന്നു ചേർന്നിരിക്കുന്ന, പിതാവിന്റെ സത്തയിൽ സമനായിരിക്കുന്ന, ചേർന്നിരിക്കുന്ന ആ പുത്രനാണ്. അനാദി മുതലേ പിതാവിനോട് കൂടെയുള്ള ദൈവം തന്നെയായ ഈ വചനമാണ് ദൈവത്തെ വെളിപ്പെടുത്തുന്നത്. കാരണം ഇതുപോലെ പിതാവിനെ അറിയാവുന്ന മറ്റാരുമില്ല. ആ ഏകജാതൻ തന്നെയാണ് നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്ന്. പിതാവിന്റെ മടിയിൽ ആയിരിക്കുന്നവൻ, പിതാവിന്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്നവൻ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം സഭാപിതാക്കന്മാരായ അംബ്രോസും ആഗസ്തിനോസും ഒക്കെ പറയും, ആദ്യത്തെ ഈശോ സൃഷ്ടിക്കപ്പെടുന്നതല്ല, ഈശോ ജനിക്കുന്നത് പിതാവിൽ നിന്ന് അനാദി മുതലെയാണ്. അവിടെ മാതാവില്ലാതെയുള്ള ജനനമാണ്. മറിയത്തിൽ നിന്ന് ജനിക്കുന്നത് പിതാവില്ലാതെയാണ്, മാനുഷിക പിതാവില്ലാതെയാണ്. അപ്പോൾ ആ ആദ്യ മുതലുള്ള പിതാവുമായുള്ള ബന്ധത്തെ ആണ് സൂചിപ്പിക്കുന്നത്, തൃത്വത്തിന്റെ ആ ഒരു ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് അംബ്രോസും ആഗസ്തിനോസും ഒക്കെ പറയുന്നത്. ക്രിസോസ്തോം പിതാവിന്റെ അഭിപ്രായത്തില് ഈ മടി, പിതാവിന്റെ മടിയിൽ മറിഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ പിതാവിന്റെ മടിയിൽ ചേർന്നിരിക്കുന്ന, ഹൃദയത്തോട് നെഞ്ചിനോട് ചേർന്നിരിക്കുന്ന പുത്രൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ആ ദൈവിക സത്തയിലുള്ള ഐക്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആ രഹസ്യമാണ് എന്ന് ക്രിസോസ്തോം പിതാവും പറയുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. അവിടുന്ന് മനുഷ്യനായി അവതരിച്ചത് പിതാവിനെ വെളിപ്പെടുത്തുവാൻ വേണ്ടി ആണ്, ലോകം മുഴുവനും വേണ്ടി പൂർണ്ണമായ വെളിപ്പെടുത്തലാണ്. ഹെബ്രായ ലേഖനം തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണല്ലോ, പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാരിലൂടെ സംസാരിച്ച ദൈവം ഈ അവസാന നാളുകളിൽ തന്റെ പുത്രനിലൂടെ സംസാരിച്ചിരുന്നു. ലോകം മുഴുവനും വേണ്ടിയുള്ള ആ വെളിപാടിന്റെ പൂർണ്ണതയാണ് മനുഷ്യനായി അവതരിച്ച ഈശോയിൽ നമ്മൾ കാണുന്നത് എന്നാണ്. സഭാപിതാവായ ഒറിജിൻ വീണ്ടും മോശയെക്കുറിച്ച് പറയുമ്പോൾ പറയും, മോശയിലൂടെ ദൈവം സംസാരിച്ചു. ഇവിടെ ഇതാ പുത്രൻ മോശ വഴി മോശ ത്രൂ മോസസ് ആണ്, ബൈ മോസസ് അല്ല. അപ്പോൾ ദൈവം സംസാരിക്കുകയാണ്. ആ സംസാരിച്ചിരുന്ന പ്രവാചകന്മാരിലൂടെ സംസാരിച്ചിരുന്ന ദൈവം തന്നെയാണ് മനുഷ്യരൂപം എടുക്കുകയും നമ്മുടെ ഇടയിൽ കൂടാരമടിച്ച് നമുക്ക് വെളിപ്പെടുത്തി തരികയും ചെയ്യുന്നത്. ഈ ദനഹാകാലത്തില് സ്വയം വെളിപ്പെടുത്തുന്ന, മനുഷ്യനായി അവതരിച്ചുകൊണ്ട് നമ്മുടെ ഇടയിൽ വസിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ മുഖം കാണിച്ചു തന്ന, പിതാവിനെ കാണിച്ചു തന്ന ആ മനുഷ്യനായി അവതരിച്ച ദൈവപുത്രനായ ഈശോയെയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഈ ദൈവം നമ്മോട് കാണിക്കുന്ന ഈ മഹാകാരുണ്യത്തിന് തന്റെ പുത്രനെ അയച്ചുകൊണ്ട് സ്വയം വെളിപ്പെടുത്തിയ ആ സ്നേഹവും കാരുണ്യവും നമുക്ക് അനുഭവവേദ്യമാക്കി തന്ന പിതാവിനെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ഈ കുർബാനയിൽ പങ്കെടുക്കാം.